गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे ഗുരുപരമ്പരാം. ഇവിടെ നമ്മൾ അധ്യാത്മരാമായണത്തിലെ സ്തുതികളിലൂടെയാണ് കടന്നു പോകുന്നത്. ബ്രഹ്മാവിൻ്റെ വിഷ്ണുസ്തുതിയും കൗസല്യാദേവിയുടെ സ്തുതിയും നമ്മൾ സാമാന്യം ദൂരെ നിന്നൊന്ന് ശ്രദ്ധിച്ചു. അധ്യാത്മരാമായണത്തിൽ മൂന്നാമത്തെ സ്തുതി അഹല്യാസ്തുതിയാണ്. അഹല്യാസ്തുതി വളരെ ശ്രേഷ്ഠമാണ്. സന്ദർഭം എല്ലാവർക്കും അറിയാം, എങ്കിലും ഓർമ്മിപ്പിക്കുകയാണ്. ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചു. അഹല്യയെ ശപിച്ചു എന്ന് പറയാൻ പാടില്ല. അഹല്യയുടെ ചെയ്തിയിൽ മനം നൊന്ത് നീ പരിശുദ്ധയായി തീരുന്നത് വരെ തപസ്സനുഷ്ഠിച്ചു കഴിയൂ, ശിലയെ ആശ്രയിച്ചു കഴിയൂ എന്ന് നിർദ്ദേശിച്ചു. ലൗകിക സുന്ദരിയായ അഹല്യയെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹവും കൊടുത്തു. സകല ഭൂതങ്ങൾക്കും നീ അദൃശ്യയായിരിക്കുമെന്ന്. അത് വാസ്തവത്തിൽ അനുഗ്രഹമാണ്, ശാപമല്ല. അങ്ങനെ അഹല്യാദേവി ശിലയെ ആശ്രയിച്ച് വർത്തിക്കുകയാണ്. യാതൊരു തരത്തിൽപ്പെട്ട ജീവജാലങ്ങളുമില്ലാത്ത, അതേ സമയത്ത് നിബിഡമായി വൃക്ഷങ്ങളും മറ്റ് സസ്യജാലങ്ങളുമുള്ള തപോവനിക. ഇപ്പം ശ്രീരാമൻ്റെ ദർശനം, സ്പർശനം എപ്പോഴാണോ സംഭവിക്കുക അന്ന് പരിശുദ്ധയായി വീണ്ടും തന്നെ പ്രാപിക്കാം എന്നുള്ളതാണ് ഗൗതമവാക്യം. അങ്ങനെ രാമൻ്റെ ദർശന പ്രതീക്ഷയിൽ അഹല്യ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞു. ആ അഹല്യയുടെ അരികിലേക്കാണ് വിശ്വാമിത്ര മഹർഷി ശ്രീരാമനെ കൊണ്ടുപോകുന്നത്. ഇവിടെ നമ്മൾ സ്തുതിയാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ഒരല്പം മാറിയിട്ട് വളരെ ശ്രദ്ധേയമായൊരു വിഷയം പറയട്ടെ. മഹാവിഷ്ണുവിൻ്റെ നാരായണൻ്റെ അവതാരം എന്ന നിലയ്ക്ക് നമ്മൾ ശ്രീരാമനെ എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്
വരാനിരിക്കുന്നത്. അത് യോഗമായയോട് ചേരുന്നതാണ്. സീത രാമ വിവാഹമാണ്. അപ്പം അതിനു മുമ്പായിട്ട് പ്രധാനമായി നമ്മൾ കാണുന്നത് അവതാരത്തിൻ്റെ കൃത്യങ്ങൾ എന്തൊക്കെയാണോ അത് മുഴുവനും നമ്മൾ കാണുന്നുണ്ട്. എന്തൊക്കെയാണ്? പരിത്രാണായ സാധൂനാം 1, 2 വിനാശായ ദുഷ്കൃതാം, 3 ധർമ്മ സംസ്ഥാപനാർത്ഥായ. ഇങ്ങനെ നമുക്ക് അവതാരത്തെ അല്ലെങ്കിൽ അവതാര കൃത്യത്തെ 3ആയി കണ്ടാൽ താടകാനിഗ്രഹം ചെയ്തു. താടകാനിഗ്രഹം കഴിഞ്ഞ് യാഗരക്ഷണം ചെയ്തു. ആ യാഗരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് സുബാഹു നിഗ്രഹം വരുന്നുണ്ട്. അനന്തരം അഹല്യയുടെ ഉദ്ധാരണം. ഇത്രയും കഴിഞ്ഞിട്ടാണ് സീതയെ വിവാഹം കഴിക്കാൻ രാമൻ പോകുന്നത്. ഇപ്പം ശരിക്കിവിടെ അവതാരഭാവം എടുത്തു കാണിച്ചിരിക്കുക. അവിടെ ശിഷ്ട രക്ഷണമുണ്ട്, ദുഷ്ടനിഗ്രഹമുണ്ട്, ധർമ്മ സംസ്ഥാപനമുണ്ട്. അതാണ് വിശ്വാമിത്രൻ്റെ യാഗരക്ഷയിലൂടെ നമ്മൾ കാണുന്നത്. അങ്ങനെ ശ്രീരാമനിൽ അവതാരഭാവം പൂർണ്ണമായി വെളിവാക്കിയ ശേഷമാണ് സീതാപരിണയത്തിന് കൊണ്ടുപോകുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരാശയമാണ്. പലപ്പോഴും രാമായണം വായിക്കുമ്പോൾ നമ്മളത്ര സൂക്ഷ്മമായി അത് ചിന്തിച്ചു എന്ന് വരില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഏതായാലും രാമൻ്റെ ദർശന സ്പർശനങ്ങളെ കൊണ്ട് തപസ്സിൻ്റെ പൂർണ്ണതയിൽ അഹല്യാദേവി വീണ്ടും രൂപവതിയായി അവിടെ രാമനെ കാണുകയാണ്. രാമനെ കണ്ടിട്ട് അഹല്യയുടെ മുമ്പിൽ രാമൻ ചെന്ന് അഹല്യാദേവിയെ നമസ്കരിച്ചു. അങ്ങനെ തൻ്റെ മുന്നിൽ നമസ്കരിക്കുന്നതായ രാമനെ അഹല്യാദേവി കണ്ടിട്ട് സ്തുതിക്കുന്ന ഭാഗമാണ് വളരെ ശ്രദ്ധേയമായ അഹല്യാസ്തുതി. അപ്പം എങ്ങനെയാണ് ശ്രീരാമനെ അഹല്യ കാണുന്നത്? അധ്യാത്മരാമായണത്തിൽ അത് വർണ്ണിക്കപ്പെടുന്നുണ്ട്. ആ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നാമ രാഘവോ ഹല്യാം രാമോഹമിതി ചാബ്രവീത് തതോ ദൃഷ്ട്വാ രഘുശ്രേഷ്ഠം പീതകൗശേയവാസസം ചതുർഭുജം ശംഖചക്ര ഗദാ പങ്കജധാരിണം ധനുർബാണധരം രാമം ലക്ഷ്മണേന സമന്വിതം സ്മിതവക്ത്രം പദ്മനേത്രം ശ്രീവത്സാങ്കിതവക്ഷസം നീലമാണിക്യസങ്കാശം ദ്യോതയന്തം ദിശോ ദശ ദൃഷ്ട്വാ രാമം രമാനാഥം ഹർഷവിസ്ഫാരിദേക്ഷണാ ഗൗതമസ്യ വച സ്മൃത്വാ ജ്ഞാത്വാ നാരായണം പരം സംപൂജ്യ വിധിവദ് രാമം അർഘ്യാദിഭിരനിന്ദിതാ ഹർഷാശ്രുജലനേത്രാന്താ ദണ്ഡവത് പ്രണിപത്യ സാ ഉത്ഥായ ച പുനർദൃഷ്ട്വാ രാമം രാജീവലോചനം പുളകാങ്കിത സർവാംഗ ഗിരാഗദ്ഗദയൈലത. ഇവിടെ എങ്ങനെയാണ് അഹല്യാദേവി
ശ്രീരാമനെ കാണുന്നത് ആ ഭാഗമാണ്. രാമൻ അഹല്യയെ നോക്കി പറഞ്ഞു, രാമോഹം, ഞാൻ രാമനാണ് എന്ന് പറഞ്ഞു നമസ്കരിച്ചിട്ട്. ആ സമയത്ത് പീതകൗശേയവാസസ്, പീതമായ മഞ്ഞ വർണ്ണത്തിലുള്ള കൗശേയവാസസ്, പട്ടുവസ്ത്രം ധരിച്ചവനായ, മഞ്ഞപ്പട്ട് ധരിച്ചവനായ രാമനെ, എങ്ങനെയുള്ള രാമനെ? ധനുർ ബാണധരം ചതുർഭുജം, ചതുർഭുജനായ, 4 കൈകളോട് കൂടിയവനായ രാമനെ. അതുണ്ടാവുമോ? ഇല്ല. ശ്രീരാമൻ മനുഷ്യരൂപത്തിലാണ്. മനുഷ്യരൂപത്തിലെന്ന് മാത്രമല്ല, ലക്ഷ്മണനോട് കൂടെയായിരിക്കുന്നത്. അപ്പോൾ 2 കൈകളോടുകൂടെ തന്നെയേ രാമൻ ഉണ്ടാവുള്ളൂ. ഒരിക്കലും ചതുർബാഹു ആയിരിക്കുന്ന രൂപത്തിൽ രാമൻ പുറമെ ഉണ്ടാവില്ല. എന്നാൽ രാമനെ കണ്ട മാത്രയിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായി രാമൻ വന്നു ചേരുമെന്നും ആ രാമൻ്റെ ദർശന സ്പർശനങ്ങളെ കൊണ്ട് നിന്റെ തപസ്സിൻ്റെ പൂർണ്ണതയാകുമെന്നും ഗൗതമൻ മുമ്പ് പറഞ്ഞതുമായി സംബന്ധമുണ്ടായി അഹല്യയ്ക്ക്. അതുകൊണ്ട് അഹല്യ ചതുർബാഹുവായിട്ട് കാണുകയാണ്. അല്ലാണ്ട് രാമൻ ചതുർബാഹു അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. രാമൻ ചതുർബാഹു ഒരിക്കലും ആവില്ല. രാമൻ ദ്വിബാഹുവേ ആവുള്ളൂ, 2 കയ്യേ ഉണ്ടാവുള്ളൂ. അല്ലാതെ വൈഷ്ണവ ചിഹ്നങ്ങളോടുകൂടി നടന്നാൽ ഈ ലീലകളൊന്നും നടപ്പില്ല, ഒരു ലീലയും നടപ്പില്ല. അപ്പം തീർത്തും മാനുഷ രൂപത്തിൽ തന്നെയാണ് രാമൻ്റെ വ്യവഹാരം. എന്നാൽ അഹല്യാദേവി ചതുർബാഹുവായിട്ട് കാണുന്നു, ചതുർഭുജം, ശംഖചക്ര ഗദാ പങ്കജധാരിണം. വ്യക്തമാണല്ലോ, ശംഖചക്ര ഗദാ പങ്കജങ്ങളെ ധരിച്ചിരിക്കുന്നവനെ. എങ്ങനെയുള്ളവനെ? ധനുർബാണധരം, വില്ലും അമ്പും ധരിച്ചിരിക്കുന്നവനെ. ലക്ഷ്മണേന സമന്വിതം, ലക്ഷ്മണനോട് ചേർന്നവനെ. ഇങ്ങനെയുള്ള രാമനെ കണ്ടു. അപ്പം 2 ഭാവങ്ങളോട് ഒത്തൊരുമിച്ചു. ലക്ഷ്മണേന സമന്വിതം രാമം, ധനുർബാണധരം, ഇത് രാമൻ്റെ രൂപമാണ്. ലക്ഷ്മണനോടുകൂടി അമ്പും വില്ലും എടുത്ത് നിലകൊള്ളുന്ന രാമനെ കണ്ടു. അതേ സമയത്ത് ആ രാമനിൽ ചതുർബാഹുവായിരിക്കുന്ന ശംഖചക്രഗദ പത്മങ്ങളെ ധരിച്ചിരിക്കുന്നവനായ രാമനെയും കണ്ടു, വിഷ്ണുവേയും കണ്ടു. ഈ 2 ദർശനം അഹല്യയിൽ സംഭവിക്കുകയാണ്. സ്മിതവക്ത്രം, പുഞ്ചിരിക്കുന്ന മുഖത്തോടൊത്തവനായി, പത്മനേത്രം, താമരദളം പോലുള്ള കണ്ണുകളോടൊത്തവനായി, ശ്രീവത്സാങ്കിത വക്ഷസം, വീണ്ടും വൈഷ്ണവജനായി. ശ്രീവത്സം എന്ന അടയാളം വക്ഷസ്സിൽ, നെഞ്ചിൽ മധ്യഭാഗത്ത് ഉള്ളതായ ഭാവത്തിൽ നീലമാണിക്യ സങ്കാശം, നീലമാണിക്യം പോലെ സ്ഫുരിക്കുന്ന ദേഹകാന്തിയോടുകൂടിയ 10 ദിക്കിനെയും പ്രകാശിപ്പിക്കുന്ന ദ്യോതയന്തം ദിശോദശ, 10 ദിക്കിനെയും പ്രകാശിപ്പിക്കുന്ന ഭാവത്തിൽ ദൃഷ്ട്വാരാമം, രാമനെ കണ്ടിട്ട്, ഇങ്ങനെ എല്ലാമുള്ള രാമനെ കണ്ടിട്ട് അഹല്യ എങ്ങനെയായി? ഹർഷവിസ്ഫാരിതേക്ഷണ, ഹർഷം കൊണ്ട് വിടർന്ന കണ്ണുകളോടുകൂടിയവളായി. തപസ്സിൻ്റെ പൂർണ്ണതയാണ്. അവിടെ തൻ്റെ എല്ലാ ക്ലേശങ്ങളും നീങ്ങിക്കഴിഞ്ഞു എന്നുള്ള ഉത്തമ ബോധമാണ്. സർവോപരി
ഗൗതമവാക്യത്തിൻ്റെ സ്മരണമാണ്. ഇതെല്ലാം ഒത്തുചേർന്ന് വന്നു അഹല്യയിൽ. അതുകൊണ്ടാണ് ഹർഷവിസ്ഫാരിതേക്ഷണ, ഹർഷം കൊണ്ട് വിശേഷേണ സ്ഫുരിക്കുന്ന വികസിക്കുന്ന ഈ ക്ഷണങ്ങളോട് കണ്ണുകളോട് കൂടിയവളായി തീർന്നു. എന്നിട്ട് എന്തുണ്ടായി? ഗൗതമസ്യ വചസ്മൃത്വ, ഗൗതമൻ്റെ വാക്കുകളെ സ്മരിച്ചിട്ട് ഓർമ്മിച്ചിട്ട് എന്തുണ്ടായി? ജ്ഞാത്വാ നാരായണം പരം, ഇത് സാക്ഷാൽ പരനായ നാരായണനാണ് എന്ന് അറിഞ്ഞിട്ട് രാമനെ വിധിവത് സംപൂജ്യ, വിധിപ്രകാരം പൂജിച്ചിട്ട്. എങ്ങനെ? അർഘ്യാദിഭിഹി, അർഘ്യ പാദ്യ ഭാവങ്ങളിൽ എല്ലാ ഉപചാരങ്ങളോടും കൂടി രാമനെ പൂജിച്ചിട്ട്, സർവ ഉപചാരങ്ങളോടുകൂടിയും പൂജിച്ചിട്ട് ഹർഷാശ്രു ജലനേത്രാന്ത, ഹർഷം കൊണ്ടുണ്ടായ ജലം, കണ്ണുനീര് നേത്രത്തിൻ്റെ അന്തത്തിലൂടെ ഒഴുകുന്നവളായിട്ട്. ഇപ്പം കണ്ണുനീര്, ഹർഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ കണ്ണുനീര് പ്രവഹിപ്പിച്ചുകൊണ്ട് ഇവിടെ ശ്രദ്ധേയമായൊരു പദപ്രയോഗമുണ്ട്. ദണ്ഡവത് പ്രണിപത്യ, ദണ്ഡനമസ്കാരം ചെയ്ത്. എന്താ ശ്രദ്ധേയമായ പദപ്രയോഗം എന്ന് പറഞ്ഞത്? അഹല്യ സ്ത്രീദേഹമാണ്. ഇപ്പം സ്ത്രീദേഹങ്ങൾ പൊതുവെ ദണ്ഡനമസ്കാരം ചെയ്യാറില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ശരി, അവരുടെ ശരീരഘടനയ്ക്കനുസരിച്ച് പഞ്ചാംഗ നമസ്കാരമാണ് പൊതുവെ പ്രശസ്തമായിട്ട് പറയുക. അതിൻ്റെ ഗുണദോഷങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷേ അധ്യാത്മരാമായണത്തിൽ നമ്മൾ കാണുന്നത് ദണ്ഡവത് നമസ്കരിക്കുന്നത് തന്നെയാണ്. അതാണ് ദണ്ഡവത് പ്രണിപത്യ, ദണ്ഡം നമസ്കാരം ചെയ്ത്. അത് വളരെ ശ്രദ്ധേയമായൊരു പദമാണ്. ഉത്ഥായ, എഴുന്നേറ്റ്, പുനർദൃഷ്ടുവാരാമം രാജീവലോചനം, മതിയാവുന്നില്ല, പിന്നെയും രാമനെ, രാജീവലോചനായ താമരക്കണ്ണനായ രാമനെ നോക്കിയിട്ട് പുളകാങ്കിത സർവാംഗ, സർവാംഗങ്ങളിലും രോമാഞ്ചം കൊണ്ടിട്ട് ഗദ്ഗതയാഗിര, ഗദ്ഗതമുള്ള ഗിര, വാക്കുകളോടുകൂടെ ഐലത സ്തുതിച്ചു. എന്താ സ്തുതി? അതിമനോഹരമായൊരു സ്തുതിയാണ് അഹല്യാസ്തുതി. നോക്കൂ, അഹല്യോവാച അഹോ കൃതാർത്ഥാസ്മി ജഗന്നിവാസത്തെ പാദാബ്ജ സംലഗ്നരജക്കണാദഹം സ്പൃശാമി യത് പദ്മജൈ ശങ്കരാദിഭി വിമൃഗ്യതേ രന്ധിതമാനസൈ സദാ. അഹോ കൃതാർത്ഥാസ്മി. ഇത് ശരിക്കും ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കിളിപ്പാട്ടിലുള്ളത് നമുക്കൊക്കെ അറിയുന്നതായിരിക്കും അല്ലേ? കിളിപ്പാട്ടിലുള്ള അഹല്യാസ്തുതി എല്ലാവർക്കും അറിയില്ലേ? അപ്പോൾ ഇതിൻ്റെ തന്നെയാണെന്ന് മനസ്സിലാവും. പക്ഷേ പദാവലിക്കൊക്കെ വളരെ മാറ്റങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എഴുത്തച്ഛനിലൂടെ വരുമ്പോൾ പദാവലിക്ക് മാറ്റം വരും. പക്ഷെ ഇത് തന്നെയാണ്, ഇതിനെ തന്നെയാണ് എഴുത്തച്ഛൻ പിന്തുടരുന്നതെന്ന് കാണാൻ പറ്റും. നോക്കൂ, അഹോ കൃതാർത്ഥാസ്മി, തൻ്റെ അത്ഭുത ഭാവത്തെ കാണിക്കാൻ അഹോ, എന്നിട്ട് പ്രഖ്യാപിക്കുകയാണ് കൃതാർത്ഥാസ്മി, ഞാൻ കൃതാർത്ഥയായിരിക്കുന്നു, കൃതാർത്ഥയായിരിക്കുന്നു. ഹേ ജഗന്നിവാസ, ജഗത്ത് മുഴുവൻ ആരിൽ നിവസിക്കുന്നുവോ, അഥവാ ജഗത്തിൽ മുഴുവൻ ആര് നിവസിക്കുന്നുവോ അവൻ ജഗന്നിവാസൻ. ഹേ ജഗന്നിവാസ, തേ പാദാബ്ജ സംലഗ്ന രജക്കണാത് അഹം കൃതാർത്ഥാസ്മി. നിന്റെ പാദത്തിൽ പറ്റിയ പൊടിയുടെ സ്പർശം കൊണ്ട് ഞാൻ കൃതാർത്ഥയായിരിക്കുന്നു.
ഇപ്പം ഭഗവത് പാദസ്പർശം കൊണ്ട്, അതിനെ ചമൽക്കാരപൂർവ്വം പറഞ്ഞിരിക്കുക. അപ്പം പാദസ്പർശം കൊണ്ട് ഞാൻ കൃതാർത്ഥയായിരിക്കുന്നു എന്നേ ഉള്ളൂ. അതൊന്ന് ചമൽക്കാരപൂർവ്വം പറഞ്ഞതാണ്. അങ്ങയുടെ പാദമാകുന്ന താമര, പാദാബ്ജം, അബ്ജം, അപ്പിൽ ജനിക്കുന്നത്, അപ്പ് ജലം, അപ്പ് ജലം, അപ്പിൽ ജനിക്കുന്നത് താമര. അപ്പോൾ പാദമാകുന്ന താമരയിൽ സംലഗ്നമായ ചേർന്നിരിക്കുന്ന രജക്കണാത്, പൊടിപടലം കൊണ്ട്, അതിൻ്റെ സ്പർശം കൊണ്ട് ഞാൻ കൃതാർത്ഥയായിരിക്കുന്നു. സ്പൃശാമി യത് പത്മജശങ്കരാദിഭിഃ വിമൃഗ്യതേ രന്ധിതമാനസൈഃ. അങ്ങേയറ്റം മനസ്സടക്കി സാധന അനുഷ്ഠാനങ്ങളെ കൊണ്ട്, അത് ജപകീർത്തനങ്ങളാവട്ടെ, അല്ലെങ്കിൽ ആസന പ്രാണായാമാദികളാകട്ടെ, കർമാനുഷ്ഠാനങ്ങളാവട്ടെ, വിശിഷ്ടങ്ങളായ സാധനകളെ അനുഷ്ഠിച്ച് നിയന്ത്രിച്ച മനസ്സോടുകൂടിയവരായി, രന്ധിതമാനസന്മാരായി. രന്ധിതമാനസന്മാർ അടക്കിയ മനസ്സോടുകൂടിയവരായിട്ട് പത്മജശങ്കരാദിഭിഃ, പത്മജൻ, ശങ്കരൻ തുടങ്ങിയവരാൽ. ആരാ പത്മജൻ? ബ്രഹ്മാവ്. ശങ്കരൻ സുഖിപ്പിക്കുന്നവൻ, ആനന്ദിപ്പിക്കുന്നവൻ ശിവൻ. അപ്പൊ ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയവരാൽ. എങ്ങനെയുള്ള ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയവരാൽ? രന്ധിതമാനസൈഹി, മനസ്സടക്കിയ ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയവരാൽ ഏതൊരു പാദമാണോ അന്വേഷിക്കപ്പെടുന്നത്, യത് വിമൃഗ്യതേ, യാതൊരു പാദം അവരാൽ അന്വേഷിക്കപ്പെടുന്നുവോ അതാണല്ലോ ഞാൻ സ്പർശിച്ചത്. ബ്രഹ്മാവിനും ശങ്കരനും പോലും സ്പർശിക്കാനാവാത്ത, അവർ നിരന്തരം അന്വേഷിക്കുന്നതായ പാദത്തെ ഞാൻ സ്പർശിച്ചുവല്ലോ. എന്തൊരു കൃതാർത്ഥതയാണ് തൻ്റെത്, എന്തൊരു ഭാഗ്യവതിയാണ് ഞാൻ. അവിടെ തപസ്സിൻ്റെ സാഫല്യമാണ്. ആ സാഫല്യത്തെ വെളിവാക്കുകയാണ്. നോക്കൂ. അഹോ വിചിത്രം തവ രാമചേഷ്ടിതം മനുഷ്യഭാവേന വിമോഹിതം ജഗത് ചലസ്യജസ്രം ശരണാദിവർജിത സമ്പൂർണ്ണ ആനന്ദമയോതിമായിക. അഹോ, വീണ്ടും അത്ഭുതത്തെ പറയുകയാണ്. ഇപ്പം കഴിഞ്ഞ ശ്ലോകവും അഹോ എന്നാണ് ആരംഭിച്ചത്, വീണ്ടും അഹോ എന്നാണ്. അത് വാക്ക് കിട്ടാതെ ആ അത്ഭുതഭാവത്തെ പ്രകടിപ്പിക്കുമ്പോഴാണ് ഈ അഹോ ബത എന്നൊക്കെയുള്ള ശബ്ദങ്ങൾ ആവർത്തിക്കുക. അഹോ, ഹേ രാമ, അല്ലയോ രാമ, തവ ചേഷ്ടിതം വിചിത്രം. നിന്റെ ചേഷ്ടിതം, ചേഷ്ടിതം എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെടുന്നത്, ചെയ്യപ്പെട്ടത്, ചെയ്യപ്പെടുന്നതല്ല, ചെയ്യപ്പെട്ടത്. അപ്പം നിന്നാൽ ചെയ്യപ്പെട്ടത് വിചിത്രമാണ്, അത്ഭുതമാണ്, മഹാത്ഭുതമാണ്. നിന്റെ ചേഷ്ടകൾ, നിന്റെ ക്രിയകൾ മഹാത്ഭുതങ്ങളാണ്. കാരണം മനുഷ്യഭാവേന ജഗത് വിമോഹിതം. ഈ മനുഷ്യഭാവത്താൽ ജഗത്ത് മോഹിക്കപ്പെട്ടിരിക്കുന്നു. എന്താർത്ഥം? രണ്ട് രീതിയിൽ അർത്ഥം പറയാം. ഒന്ന്, മനുഷ്യഭാവത്തിൽ നീ സാധാരണ ജനങ്ങളിൽ ഇടപഴകുന്ന സമയത്ത് നിന്റെ പാരമാർത്ഥികമായ ഭാവം മനസ്സിലാക്കില്ലാരും. അങ്ങനെ നിന്റെ മാനുഷഭാവത്താൽ ജഗത്ത് മോഹിപ്പിക്കപ്പെട്ടിരിക്കുന്നു, മോഹിക്കപ്പെട്ടിരിക്കുക, സത്യം അറിയാതിരിക്കുക. ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം, നിന്റെ മോഹനങ്ങളായ ലീലകളെ കൊണ്ട്, അതിമോഹനങ്ങളായ ലീലകളെ കൊണ്ട് ജഗത്ത് മോഹിക്കപ്പെട്ടിരിക്കുക. രണ്ടർത്ഥമാവാം. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. എന്താ നിന്റെ പരമാർത്ഥത്തിലുള്ള പരിപാടി?
ചലസ്യജസ്രം ചരണാദിവർജിത, കാൽ തുടങ്ങിയവ ഇല്ലാത്തവനെങ്കിലും നീ നിരന്തരം സഞ്ചരിക്കുകയാണ്. അപ്പം പരമാത്മാവിൽ അപാണിപാദോ ജവനോ ഗൃഹീത പശ്യത്യ ചക്ഷുസ്സ ശൃണോത്യ അകർണഃ എന്നാണ് ശ്രുതി പറയുന്നത്, വേദം പറയുന്നത്. അപാണിപാദ, കയ്യും കാലും ഇല്ലാത്തവനാണ്. എന്നാൽ ജവനഃ ഗൃഹീത, വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നവനാണ്, എല്ലാത്തിനെയും എടുക്കുന്നവനാണ്. അപ്പം കൈയില്ലാത്തവനാണെങ്കിലും എല്ലാത്തിനെയും എടുക്കുന്നു, കാലില്ലാത്തവനാണെങ്കിലും വേഗത്തിൽ സഞ്ചരിക്കുന്നു. പശ്യത്യ ചക്ഷുഹു, കണ്ണില്ലാത്തവനാ, എല്ലാത്തിനെയും കാണുന്നു. ശൃണോത്യ അകർണഃ, ചെവിയില്ലാത്തവനാ, എല്ലാത്തിനെയും കേൾക്കുന്നു. ഇത് വേദത്തിലെ ഉപനിഷത്തിലെ മന്ത്രമാണ്. അതിനനുസൃതമായിട്ടാണ് ഇവിടെ പറയുന്നത് ചരണാദിവർജിത, കാല് തുടങ്ങിയവ ഇല്ലാത്തവനെങ്കിലും നീ നിരന്തരം സഞ്ചരിക്കുന്നു. അപ്പോൾ ഒരേ സമയത്ത് ശ്രീരാമൻ്റെ രാമഭാവത്തെയും അതിനാൽ ലക്ഷീകരിക്കപ്പെടുന്ന പരമാത്മഭാവത്തെയും ഒരുപോലെ വെളിപ്പെടുത്തുന്ന വാക്യമാണിത്. അപ്പം നീ ആരാ? സമ്പൂർണ്ണ ആനന്ദമയ, നീ ആനന്ദമയനാണ്. എന്നിട്ടോ അതിമായിക, അതിമായികനായിട്ടാണ് നീ ഇരിക്കണത്. മായയാകുന്ന ഉപാധിയോടുകൂടി ചേർന്ന് മായികനായിട്ടാണ്, മായാവിയായിട്ടാണ് നീ ഇരിക്കുന്നത്. ഈ ജഗത്ത് മുഴുവൻ നിന്റെ മായാപ്രയോഗങ്ങളാണ്. നോക്കൂ, യത്പാദപങ്കജ പരാഗ പവിത്രഗാത്ര ഭാഗീരഥി ഭവവിരിഞ്ച മുഖാൻ പുനാതി സാക്ഷാത് സ ഏവ മമ ദൃഗ്വിഷയോ യദാസ്തേ കിം വർണ്യതേ മമ പുരാകൃതഭാഗധേയം. ഓഹ്, എൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് എന്ത് പറയാനാ? ഇവിടെ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. 1000 കണക്കിന് കൊല്ലം നിങ്ങൾ യാതൊരു ജനസമ്പാദവും ഇല്ലാത്ത, എന്തിന്, ഒരു പക്ഷി പോലും ഇല്ലാത്ത പ്രദേശത്ത്, ഒരു മൃഗവും ഇല്ലാത്ത പ്രദേശത്ത് കേവലം ശിലയെ ആശ്രയിച്ച്, പായയില്ല, കിടക്കയില്ല, ഒന്നുമില്ല, മഞ്ഞ്, വെയിൽ, മഴ എല്ലാം കൊണ്ട് കഴിയുക അഹല്യ. 1-2 കൊല്ലമല്ല, 1000 കണക്കിന് വർഷം. എന്നിട്ട് അതിൽ നിന്ന് മുക്തയായ ഉടനെയുള്ള സന്ദർഭം അത്. നമ്മളെയൊക്കെ ജീവിതത്തിൽ 1 മാസം ജയിലിൽ കിടക്കേണ്ടി വന്നു വെച്ചാൽ തന്നെ അത് കഴിഞ്ഞ് മോചിപ്പിക്കപ്പെട്ടാൽ പരാതിയും പരിഭവം അല്ലേ പറയാനുണ്ടാവുള്ളൂ? അല്ല, എന്താ അഭിപ്രായം? 1 മാസം നമ്മൾ ജയിലിൽ കിടന്നു വിചാരിച്ചു, 31ാമത്തെ ദിവസം മുക്തായി എന്ന് വിചാരിച്ചോളൂ. നമുക്ക് പരാതിയും പരിഭവം അല്ലേ പറയാനുണ്ടാവുള്ളൂ? അല്ല, എന്താ അഭിപ്രായം? ഇത് സഹസ്രാബ്ദങ്ങൾ ആ ഒരവസ്ഥയിൽ കഴിഞ്ഞിട്ട് മുക്തമായ ഉടനെ ഇതെന്തൊരു ഭാഗ്യവതിയാ ഞാൻ എന്നാ പറയണത്. അത് ശ്രദ്ധിക്കുക. വാസ്തവത്തിൽ ജീവിതത്തെക്കുറിച്ചുള്ള വലിയൊരു വീക്ഷണം നമുക്കവിടെ കിട്ടുന്നുണ്ട്. വലിയൊരു വീക്ഷണമായി നമുക്ക് ലഭിക്കണത് അല്ലേന്ന് ആലോചിച്ച് നോക്കൂ. അഹോ, എന്തൊരു കൃതാർത്ഥയാണ് ഞാൻ. എൻ്റെ കിം വർണ്യതേ മമ പുരാകൃത ഭാഗധേയം, എൻ്റെ പണ്ട് ചെയ്തിട്ടുള്ള പുണ്യത്തിൻ്റെ ആധിക്യത്തെക്കുറിച്ച്, ഭാഗ്യത്തെക്കുറിച്ച് എന്താ പറയേണ്ടത്? എന്തൊരു ഭാഗ്യവതിയാണ് ഞാൻ. നമ്മളാരെങ്കിലും ആണെങ്കിൽ രാമാ മഹാഭാപിയായി പോയി ഞാൻ, നീ വന്നോണ്ട് നിൻ്റെ കാലുകൊണ്ട് തൊട്ടത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഇഷ്ടപ്പെട്ട് കഴിയേണ്ടതായിരുന്നു, ആ വൃത്തികെട്ടവൻ എന്നെ ശപിച്ചിരുത്തിയതാ ഇങ്ങനെ.
എന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. എന്നിട്ട് രാമൻ വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് എൻ്റെ അടുത്തേക്ക് വരാമെന്നാണ് പറഞ്ഞത്. ഞാൻ പോവും, വേറെ പണിയില്ല അല്ലേ. ആയിരക്കണക്കിന് കൊല്ലമാണ് എന്നെ ഇവിടെ ഇരുത്തിയതേ. അപ്പോഴാണ് എൻ്റെ പുരാകൃത ഭാഗധേയം, പണ്ട് ഞാൻ ചെയ്ത പുണ്യത്തിൻ്റെ ഫലരൂപമായ ഭാഗ്യത്തെക്കുറിച്ച് എന്ത് പറയാനാ? കിം വർണ്ണ്യതേ, വർണ്ണിക്കാൻ വയ്യ. എന്തേ കാരണം? യത് പാദപങ്കജ പരാഗ പവിത്രഗാത്ര, യാതൊരു പാദപങ്കജത്തിൻ്റെ പരാഗത്തിൻ്റെ സ്പർശത്താൽ പവിത്ര ശരീരത്തോടു കൂടിയവളായി ഭാഗീരഥി വിരിഞ്ചി മുഖാൻ പുനാതി, ഭവൻ വിരിഞ്ചൻ തുടങ്ങിയവരെയൊക്കെ പരിശുദ്ധമാക്കുന്നു. ആര്? ഭാഗീരഥി. ഏത് ഭാഗീരഥി? ഭഗവാന്റെ പാദപങ്കജത്തിൽ നിന്ന് പുറപ്പെടുന്ന ഭാഗീരഥി. ഭാഗീരഥി ഗംഗ. അപ്പൊ ഗംഗ മഹാവിഷ്ണുവിൻ്റെ പാദതീർത്ഥമായിട്ട്, ശിവന്റെ ജടാതീർത്ഥമായിട്ട് അങ്ങനെയാണ് ഭൂമിയിലൂടെ ഒഴുകുന്നത്. അപ്പൊ പറയാണ്, യാതൊരു പാദമാകുന്ന പങ്കജത്തിൻ്റെ പരാഗം പൂമ്പൊടി, ആ പൂമ്പൊടിയെ സ്പർശിച്ചിട്ട് പവിത്രഗാത്ര, പവിത്രമായ ശരീരത്തോടു കൂടിയവളായ ഭാഗീരഥി നദി, ഗംഗാനദി, ഭവവിരിഞ്ചി മുഖാൻ, ശിവൻ ബ്രഹ്മാവ് തുടങ്ങിയവരെ പുനാതി, പരിശുദ്ധമാക്കുന്നു. എല്ലാവരും ഗംഗാസ്നാനം ചെയ്ത് ഗംഗാസ്പർശം ചെയ്ത് സ്വയം പരിശുദ്ധരാക്കുകയാണ്. ആ സകലരെയും പരിശുദ്ധമാക്കാനുള്ള ഭാഗീരഥിയുടെ ആ മഹിമ, ഏതൊരു പാദത്തിൻ്റെ മഹിമയാണോ, സാക്ഷാത് സയേവ ദൃഗ്വിഷയേ യഥാസ്തേ, അതാണല്ലോ ഇപ്പം ഞാൻ നേരിട്ട് കാണുന്നത്. ആ പാദമാണല്ലോ ഞാൻ നേരിട്ട് അനുഭവിക്കുന്നത്. കിം വർണ്ണ്യതേ മമ പുരാകൃത ഭാഗധേയം, പണ്ട് ഞാൻ ചെയ്ത പുണ്യത്തിൻ്റെ ആധിക്യം എന്ത് പറയാനാ? ആർക്കും ഒരു കാരണമില്ലാണ്ട് കാര്യം ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ആർക്കും ആകസ്മികമായിട്ടൊന്നും കിട്ടില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ ജീവിതത്തിൽ ഒന്നും ആകസ്മികമായി കിട്ടില്ല. ആകസ്മികമെന്നൊന്നില്ല. നമ്മൾ പലപ്പോഴും ആകസ്മികമായിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. ആക്സിഡൻറ്റ് പറ്റി എന്നൊക്കെ പറയും. എന്ത് ആക്സിഡൻറ്റ്? അങ്ങനെയുണ്ടോ? ഇപ്പോൾ പിന്നെ വാഹനാപകടത്തിൻ്റെ ഒരു പര്യായമായിട്ട് ആക്സിഡൻറ്റ് എന്നുള്ളത് സ്വീകരിച്ചിട്ടുണ്ട് ലോകം. വാസ്തവത്തിൽ അങ്ങനെയൊന്നില്ല. ആകസ്മികം എന്നൊന്നില്ല. ആകസ്മികമെന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ വിവരക്കേട് കൊണ്ടാണ്. ഒന്നുകിൽ ഡ്രൈവറുടെ ശ്രദ്ധക്കുറവാവും, അല്ലെങ്കിൽ എന്തെങ്കിലും മെക്കാനിക്കൽ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും മറ്റേ ഡ്രൈവറെ കുഴപ്പമാവാം, അല്ലെങ്കിൽ വേറെ വല്ലവരൊക്കെ ഉള്ളിൽ കയറി ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അല്ലേ? അപ്പോഴല്ലേ ഇടിക്കണേ, വാഹനാപകടം പറ്റണേ. അതെ. പക്ഷെ നമ്മൾ പറയും എന്ത്? ഓ, ആക്സിഡൻറ്റ് സംഭവിച്ചു. എന്ത് ആക്സിഡൻറ്റ്? ഒരു ആക്സിഡൻറ്റും ഇല്ല. ആകസ്മികമായൊന്നും സംഭവിക്കില്ല. അപ്പം എനിക്ക് നിന്റെ പാദങ്ങളെ കാണാൻ ഇന്ന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്നലെകളിൽ ഞാൻ ചെയ്ത പുണ്യത്തിൻ്റെ ഫലം തന്നെയാണ്. അല്ലാണ്ട് ആകസ്മികമായിട്ട് ആർക്കും ഒന്നും കിട്ടാൻ പോണില്ല. ഇത് ജീവിതത്തിൽ വ്യക്തമായൊരു വീക്ഷണം ഉണ്ടാക്കും കേട്ടോ, ഈ കാഴ്ചപ്പാട്. നമ്മൾ പലപ്പോഴും ഈ ആകസ്മികങ്ങളുടെ പിന്നാലെ പോകുന്നവരാ. അങ്ങനെയൊന്നുമില്ല.
എല്ലാത്തിനും കാര്യകാരണ ബന്ധം ഉണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്നലെ ഞാൻ ചെയ്ത ഭാഗ്യങ്ങൾ, അതിൻ്റെ പുണ്യത്തിൻ്റെ ഫലമാണ് ഇതെല്ലാം തന്നെ സംഭവിച്ചത്. മർത്യാവതാരേ മനുജാകൃതിം ഹരിം രാമാഭിധേയം രമണീയദേഹിനം ധനുർധരം പത്മവിശാലലോചനം ഭജാമി നിത്യം ന പരാൻ ഭജിഷ്യേ. പറയാണ് മർത്യാവതാരേ, മനുഷ്യാവതാരത്തിൽ ചൽ മനുഷ്യരൂപത്തിലുള്ള അവതാരത്തിൽ. ധർമ്മ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ ദൈവാസുര സമ്പത്തുക്കൾക്കൊരു സന്തുലിത ഭാവമുണ്ട്. ഓരോ വ്യക്തിയിലും ദൈവീ സമ്പത്തും ആസുരി സമ്പത്തും ഉണ്ട്. നമ്മളിലൊക്കെ ഇല്ലേ ദൈവീ സമ്പത്തും ആസുരി സമ്പത്തും? എൻ്റെ ഉള്ളിൽ ആസുരി സമ്പത്തൊന്നും ഇല്ല എന്ന് ചിലപ്പോൾ പറഞ്ഞു വരും. ഉണ്ട്, എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. എല്ലാവരുടെ ഉള്ളിലും ദൈവീ സമ്പത്തും ഉണ്ട്. ഇവ രണ്ടിനും തമ്മിലൊരു സന്തുലിത ഭാവമുണ്ട്. ഇതുപോലെ സമാജത്തിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ, മൊത്തം സമൂഹത്തിൽ നോക്കിയാൽ, മൊത്തം രാഷ്ട്രത്തിൽ നോക്കിയാൽ, മൊത്തം ലോകത്തിൽ നോക്കിയാൽ ഒക്കെ ഈ ദൈവാസുര സമ്പത്തുക്കൾക്കൊരു സന്തുലിത ഭാവമുണ്ട്. ഇത് താറുമാറാകുമ്പോഴാണ് അതിനെ പുനഃക്രമീകരിക്കാനുള്ള വ്യവസ്ഥകൾ ഉണ്ടാവുന്നത്. അത്തരം സമഷ്ടിയിലെ വ്യവസ്ഥയാണ് വാസ്തവത്തിൽ അവതാരം എന്ന് പറയുന്നത്. ഈ ധർമ്മവ്യവസ്ഥയെ പുനഃക്രമീകരിക്കാനുള്ള സംവിധാനമാണ്. അത് പല രൂപങ്ങളിൽ പല ഭാവങ്ങളിൽ വരും. മത്സ്യമായിട്ടും കൂർമ്മയായിട്ടും എന്നൊക്കെ ഏതൊക്കെ ഭാവത്തിലാണ്. എന്നാൽ മനുഷ്യരൂപത്തിൽ വരുന്ന അവതാരത്തിൽ അതാണ് മർത്യാവതാരേ മനുജാകൃതിം ഹരിം. മനുഷ്യാകൃതിയോടൊത്തവനായ മഹാവിഷ്ണുവെ, ഹരിയെ, ആരെ? രാമാഭിധേയം, രാമനെന്ന് പേരുള്ളവനെ, രാമനെന്ന പേരോടൊത്ത മഹാവിഷ്ണുവെ, ആരെ? രമണീയദേഹിനം, അതിമനോഹരമായ ദേഹത്തോടൊത്തവനെ, രമണീയദേഹിനം. എങ്ങനെയുള്ളവനെ? ധനുർധരം, വില്ലിനെ ധരിച്ചവനെ. പത്മവിശാലലോചനം, താമരദളം പോലെ വിശാലമായ കണ്ണുകളോടുകൂടിയവനെ. ഭജാമി നിത്യം, ഞാൻ നിത്യവും ഭജിക്കുന്നു, നിത്യവും ഞാൻ സേവിക്കുന്നു, നിത്യവും ഞാൻ സേവിക്കുന്നു. ന പരാൻ ഭജിഷ്യേ, ഞാൻ വേറെ ആരെ സേവിക്കാൻ പോകുന്നില്ല. ഞാൻ വേറെ ആരെ സേവിക്കാൻ പോണില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈശ്വരൻ പലതുണ്ട് എന്ന ധാരണയോടുകൂടി ഞാൻ പലതിൻ്റെ പിന്നാലെ പോകുന്നില്ല. ഞാൻ എന്ത് സേവ ചെയ്യുന്നുണ്ടോ അതെല്ലാം ഈശ്വര സേവയാണെന്ന കാഴ്ചപ്പാടിനെ ഉൾക്കൊള്ളുന്നു. ഭഗവത് ഭിന്നമായിട്ട് മറ്റൊരു സേവ്യവുമില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതാണ് ന പരാൻ ഭജിഷ്യേ. നോക്കൂ, യത്പാദപങ്കജരജ ശ്രുതിഭിർവിമൃഗ്യം എന്നാഭിപങ്കജഭവ കമലാസനശ്ച എന്നാമസാരരസികോ ഭഗവൻ പുരാരി തം രാമചന്ദ്രമനിശം ഹൃദി ഭാവയാമി. യത്പാദപങ്കജരജശ്രുതിഭിർവിമൃഗ്യം, ഏതൊരു പാദപങ്കജത്തിലെ രജസ്സാണോ, രജസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അഴുക്കുന്ന അർത്ഥം. ഇവിടെ നമുക്ക് പൊടിയെന്ന് എടുക്കാം, കാലിൽ പറ്റിപ്പിടിച്ച പൊടികൾ. അപ്പം യാതൊരു പാദപങ്കജത്തിലെ രജസ്സുകളെ ശ്രുതിഭിർവിമൃഗ്യം, ശ്രുതികളാൽ അന്വേഷിക്കപ്പെടുന്നുണ്ടോ, സാക്ഷാൽ വേദം
ഏതൊരു പാദത്തെയാണോ അന്വേഷിക്കുന്നത്. നോക്കൂ ആ കൽപ്പനയുടെ മഹിമ. ഏതൊരു പാദരജസ്സിനെയാണോ സാക്ഷാൽ വേദം അന്വേഷിക്കുന്നത്. എന്നാഭി പങ്കജ ഭവകമലാസനശ്ച, യാതൊരുവന്റെ നാഭിയിൽ നിന്ന് ജനിച്ച പങ്കജത്തിലാണോ കമലാസനൻ ബ്രഹ്മാവിരിക്കുന്നത്, ജനിക്കുന്നത്. ആരുടെ നാഭിയിൽ നിന്ന് ഉയർന്ന താമരയിൽ ആണോ സാക്ഷാൽ ബ്രഹ്മദേവൻ ഇരിക്കുന്നത്. ഏതൊരു പാദരജസ്സിനെയാണോ വേദം അന്വേഷിക്കുന്നത്. എന്നാമ സാരരസികോ ഭഗവാൻ പുരാരി, ഏതൊരു നാമത്തെ ജപിക്കുന്നതിൽ രസികനായിട്ടാണോ സാക്ഷാൽ പരമശിവൻ ഇരിക്കുന്നത്. പുരാരി, പുരാരി പുരങ്ങളുടെ ശത്രു. പുരങ്ങൾ ത്രിപുരാസുരന്മാർ. ഇപ്പോൾ ത്രിപുരാസുരന്മാരെ ഹനിച്ചവൻ പുരാരി, പുരമഥനൻ, പുരാന്തകൻ, ത്രിപുരാന്തകൻ എന്നൊക്കെ പറയാം. അപ്പം ത്രിപുരമഥനനായ സാക്ഷാൽ മഹേശ്വരൻ ആരുടെ നാമസാരത്തെ ജപിച്ചുകൊണ്ടിരിക്കുന്നുവോ, എങ്ങനെ രസികനായിട്ട്, വെറുതെ ജപിക്കുന്നവനല്ല കേട്ടോ. ഈ ജപം രസത്തോടു കൂടി ചെയ്യേണ്ടതാണ്. അതിൽ രസം വേണം. രസമില്ലാണ്ട് ജപിച്ചിട്ട് എന്ത് കാര്യം? രസം ഉണ്ടായിക്കൊള്ളുന്നൊരു ഫലമുണ്ട്. കാരണം മറ്റത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമി എനിക്കൊരു രസമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ജപിക്കണില്ല എന്ന് പറയും. ജപിച്ചോളൂ, ജപിക്കണോണ്ട് തന്നെ രസം ഉണ്ടായിക്കോളും. അങ്ങനെ ജപരസികനായിട്ട് സാക്ഷാൽ പുരാരി പോലും ഇരിക്കുകയാണ്. അങ്ങനെയുള്ള രാമചന്ദ്രനെ ഞാൻ ഹൃദിഭാവയാമി, ഹൃദയത്തിൽ ഭാവന ചെയ്യുന്നു. എൻ്റെ ഹൃദയത്തിൽ ഞാനിതാ സദാ ഭാവന ചെയ്യുന്നു രാമചന്ദ്രനെ. നോക്കൂ, ആ ഒരു ഭക്തിഭാവത്തോടു കൂടിയുള്ളൊരു സ്തുതിയാണ്. യസ്യാവതാരചരിതാനി വിരിഞ്ചി ലോകേ ഗായന്തി നാരദമുഖാ ഭവപത്മജാദ്യാ ആനന്ദജാശ്രു പരിഷിക്തകുജാഗ്രസീമാ വാഗീശ്വരീ ച തമഹം ശരണം പ്രപദ്യേ. നോക്കൂ, യസ്യ അവതാരചരിതാനി വിരിഞ്ചി ലോകേ ഗായന്തി നാരദപ്രമുഖാഃ ഭവ പത്മജാദ്യാഃ. വിരിഞ്ചി ലോകേ, ബ്രഹ്മലോകത്തിൽ, ബ്രഹ്മാവിൻ്റെ ലോകത്തിൽ യാതൊരുവന്റെ അവതാര ചരിതങ്ങളെ ഗായന്തി, പാടുന്നു. ബ്രഹ്മലോകത്ത് വലിയ പാട്ടാ, എല്ലാവരും ഇരുന്ന് പാടുകയാണ്. എന്താ പാടുന്നത്? ഭഗവാന്റെ അവതാര ചരിതങ്ങളെക്കുറിച്ച് പാട്ടുപാടുക. ആരൊക്കെയാ? നാരദമുഖാഹ, നാരദൻ തുടങ്ങിയവർ, നാരദൻ, തുമ്പുരു തുടങ്ങിയ മഹർഷിമാർ, ദേവർഷിമാർ. മാത്രമോ അല്ല, ഭവപത്മജാദ്യാഹ, ശിവൻ, ബ്രഹ്മാവ് തുടങ്ങിയവരൊക്കെ ഏതൊരു ഭഗവാന്റെ അവതാര ചരിതങ്ങളെക്കുറിച്ചാണോ ബ്രഹ്മലോകത്തിൽ പാട്ടുകളെ പാടുന്നത്. കഴിഞ്ഞില്ല. വാഗീശ്വരി, സാക്ഷാൽ സരസ്വതി ദേവി പാടുകയാണ്. ഏതൊരു ഭഗവാന്റെ അവതാര ലീലകളെക്കുറിച്ചാണോ വാഗീശ്വരി, വാഗീശ്വരി വാക്കിൻ്റെ ഈശ്വരി. വാക്കിൻ്റെ ഈശ്വരി ആരാ? സരസ്വതി, സാക്ഷാൽ സരസ്വതി ദേവി. എങ്ങനെയാ പാടുന്നേ? ആനന്ദജാശ്രു പരിഷിക്ത കുജാഗ്രസീമ. വല്ലാത്തൊരു വർണ്ണനയാണ്. നോക്കൂ, ആനന്ദജമായ, ആനന്ദജം
ആനന്ദത്തിൽ നിന്ന് ജനിക്കുന്ന, ആനന്ദത്തിൽ നിന്നുണ്ടാവുന്ന അശ്രു, കണ്ണുനീര്, ആ കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകുകയാണ്. എന്നിട്ട് അതിനാൽ പരിഷിക്തമാകുന്നു, നനയ്ക്കപ്പെടുന്നു. എന്ത്? കുജാഗ്രം, കുചം മുലകൾ. അപ്പൊ സരസ്വതീ ദേവിയുടെ മുലകളുടെ അഗ്രഭാഗം ധാരയായി ഒഴുകുന്ന ആനന്ദ കണ്ണീര് കൊണ്ട് നനഞ്ഞിരിക്കുക. ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയവർ, നാരദൻ തുടങ്ങിയവർ പാടി പുകഴ്ത്തുകയാ. അങ്ങനെയുള്ള തമഹം ശരണം പ്രപദ്യേ, അങ്ങനെയുള്ളവനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. നോക്കൂ, സ്വയം പരാത്മാ പുരുഷ പുരാണ ഏകസ്വയം ജ്യോതിരനന്ത ആദ്യ മായാതനും ലോകവിമോഹനീയാം ധത്തേ പരാനുഗ്രഹ ഏഷ രാമഃ. സ്വയം പരാത്മാ, സഹ അവൻ, അയം ഇവൻ, സ്വയം ദാ ആ ഇവനാ. ആ ഇവനാന്ന് പറഞ്ഞ എന്താ അർത്ഥം? ആ പരമാത്മാവാണിവൻ. അതാണ് സ്വയം പരാത്മാ പുരുഷ, പൂർണ്ണനായ ആ പരമാത്മാവാണ് ഇവൻ. ഏകഹ, ഏകനായ, രണ്ടാമതൊന്നില്ലാത്ത, സ്വയം ജ്യോതി, സ്വയം ജ്യോതിസ്വരൂപമാർന്ന, സ്വയമേവ പ്രകാശിക്കുന്ന, തദ്വാര സർവത്തെയും പ്രകാശിപ്പിക്കുന്ന അനന്തഃ, അനന്തനായ, ദേശകാല വസ്തു പരിമിതി ഇല്ലാത്ത. ഓരോ പദവും ശ്രദ്ധിക്കുക. ആദ്യ, സകല പ്രപഞ്ച വികാരങ്ങൾക്കും ആദി കാരണമായ, മായാതനും ലോകവിമോഹനീയാം ധത്തേ, ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്നതായ മായാശരീരത്തെ ധരിച്ചിരിക്കുന്നു. ദാ ഇവൻ ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന മായാശരീരത്തെ ഇവൻ ധരിച്ചിരിക്കുക. ഏഷ രാമഃ, ഈ രാമൻ. ഏഷഃ രാമഃ എന്ന് പറഞ്ഞാൽ ഈ രാമൻ. എന്തിനാ? പരാനുഗ്രഹ, പരന്മാരെ, മറ്റുള്ളവരെ, സർവലോകത്തെയും അനുഗ്രഹിക്കാൻ വേണ്ടി ആ പുരാണനായ പരമാത്മാവ്, പുരുഷൻ, ഏകൻ, സ്വയം ജ്യോതി, അനന്തൻ, ആദ്യൻ, ഇത്രയും വിശേഷണം പരമാത്മാവിൻ്റെതാ. അങ്ങനെയുള്ള പരമാത്മാ ഇതാ മായാതനുവായി രാമനായി ലോകാനുഗ്രഹം ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ രാമഭാവത്തെയും പരമാത്മഭാവത്തെയും ഒരുപോലെ കണ്ട് സ്തുതിക്കുകയാണ്. എന്തൊരു ശ്രേഷ്ഠമാ നോക്കൂ. അയം ഹി വിശ്വോദ്ഭവ സംയമാനാം ഏകസ്വമായ ഗുണബിംബിതോ യഃ വിരിഞ്ചി വിഷ്ണുശ്വരനാമഭേദാൻ ധത്തേ സ്വതന്ത്ര പരിപൂർണ ആത്മാ. ഇവനാണ് വാസ്തവത്തിൽ പരമാത്മാവെന്ന് പറയുകയാണ്. അയം ഹി വിശ്വോദ്ഭവ സംയമാനാം ഏകഃ, ഈ ഒരുത്തനാണ് വിശ്വത്തിൻ്റെ മുഴുവൻ ഉദ്ഭവത്തിനും സംയമത്തിനും, ഉദ്ഭവത്തിനും പ്രളയത്തിനും എല്ലാം കാരണം. സ്വമായാഗുണബിംബിത, സ്വന്തം മായയുടെ ഗുണത്തിൽ പ്രതിബിംബിതനായിട്ട്. ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ, മായയുടെ രാജസികമായ ഭാവത്തിൽ പ്രതിബിംബിതനായിട്ട് ബ്രഹ്മാവായിട്ടും, സത്വഭാവത്തിൽ പ്രതിബിംബിതനായിട്ട് വിഷ്ണുവായിട്ടും, തമോഭാവത്തിൽ രുദ്രനായിട്ടും ഒക്കെ തീരുന്നത് ഏകൻ തന്നെയാണ്. എന്നിട്ട് എന്താകുന്നു? വിരിഞ്ചി വിഷ്ണുശ്വരനാമ ഭേദാൻ,
ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ നാമഭേദങ്ങളെ പ്രാപിക്കുന്നു. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ നാമഭേദങ്ങളെ പ്രാപിക്കുന്നു. വാസ്തവത്തിൽ സ്വതന്ത്ര, പരിപൂർണ ആത്മാ, സ്വതന്ത്രനും പരിപൂർണമായിരിക്കുന്ന പരമാത്മാവുമാണവൻ. അവിടെ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ ഭാവങ്ങളൊന്നും പരമാർത്ഥമല്ല. എന്നാൽ മായയോട് ചേർന്ന് ആ ഭാവങ്ങളെയൊക്കെ നീ ഏകനാണ് സ്വീകരിക്കുന്നത്. ഇത് സ്തുതിയാണെങ്കിലും വേദാന്ത ചിന്തയുടെ സൂക്ഷ്മതലങ്ങളെ നമുക്കിവിടെ കാണാം. നോക്കൂ. നമോസ്തു തേ രാമ തവാഘ്രി പങ്കജം ശ്രിയാധൃതം വക്ഷസി ലാളിതം പ്രിയാത് ആക്രാന്തമേകേന ജഗത്രയം പുരാ ധ്യേയം മുനീന്ദ്രൈരഭിമാനവർജിതൈഃ. ഹേ രാമ, വിളിക്കുകയാണ്. ഹേ രാമ, നമസ്തേസ്തു, നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ എന്ന് പറഞ്ഞ അർത്ഥം, ഞാൻ നിന്നെ ഇതാ നമസ്കരിക്കുന്നു. എങ്ങനെയുള്ള രാമനെ? തവാഘ്രി പങ്കജം, നിന്റെ അഘ്രി, അഘ്രി കാല്, നിന്റെ കാലുകളാകുന്ന താമരയെ ഞാനിതാ നമസ്കരിക്കുന്നു. ശ്രിയാധൃതം വക്ഷസിലാളിതം പ്രിയാത്, സാക്ഷാൽ ലക്ഷ്മിയാൽ, ശ്രിയാ, ശ്രിയ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാൽ, ശ്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി, ശ്രിയാ ലക്ഷ്മി ഭഗവതിയാൽ, വക്ഷസി ധൃതം നെഞ്ചിൽ ചേർത്ത്, ലാളിതം ലാളിക്കപ്പെടുന്നതാണ് നിന്റെ പാദം. ഇപ്പം നിന്റെ കാലുകളെ ലക്ഷ്മി ഭഗവതി തൻ്റെ നെഞ്ചിൽ ചേർത്ത് വയ്ക്കുന്നു, എന്നിട്ട് ലാളിക്കുന്നു. എങ്ങനെയുള്ള കാല? ഏകേന ആക്രാന്തം ജഗത്രയം, ഒറ്റ കാലുകൊണ്ട് 3 ലോകങ്ങളെയും അളന്നു കഴിഞ്ഞവനാ. ഒറ്റ കാൽവെപ്പ് കൊണ്ട് 3 ലോകങ്ങളെയും അളന്നു കഴിഞ്ഞതായ കാല്. എങ്ങനെയുള്ള കാല? അഭിമാനരഹിതരായ മുനിമാരാൽ ധ്യാനിക്കപ്പെടുന്ന കാല്. അഭിമാനരഹിതരായ മുനിമാരാൽ ധ്യാനിക്കപ്പെടുന്നത്. നോക്കൂ. അപ്പൊ അഭിമാനരഹിതരായ മുനിമാരാൽ ധ്യാനിക്കപ്പെടുന്ന, പണ്ട് ഒറ്റ കാൽവെപ്പ് കൊണ്ട് 3 ലോകങ്ങളെയും അളന്ന സാക്ഷാൽ ലക്ഷ്മി ഭഗവതി പ്രേമത്തോടുകൂടി തൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെക്കുന്ന ആ കാലുകളെ ഞാനിതാ നമസ്കരിച്ചവളാകുന്നു എന്ന് പറയുകയാണ്. ജഗതാമാദിഭൂതസ്ത്വം ജഗത്വം ജഗദാശ്രയഃ സർവഭൂതേഷു സംയുക്ത ഏകോ ഭാതി ഭവാൻ പരഃ. വളരെ ശ്രദ്ധേയമായ വേദാന്തത്തിൻ്റെ, സനാതന ധർമ്മത്തിൻ്റെ സവിശേഷതയാർന്ന ചിന്തയാണ് ജഗതാം ആദിഭൂതഹത്വം. ഈ ജഗത്തിൻ്റെ മുഴുവൻ ആദി കാരണം നീയാണ്. ജഗത്വം, ജഗത്തും നീയാണ്. ഇത് വൈദിക ചിന്തയുടെ, സനാതനധർമ്മത്തിൻ്റെ സവിശേഷ സങ്കല്പമാണ്. ഈ ഒരു കാഴ്ചപ്പാട് എബ്രഹാമിക് മതങ്ങൾക്കൊന്നും സങ്കല്പിക്കാൻ ഒരിക്കലും പറ്റില്ല. കാരണം അവർക്ക് ലോകത്തെ ഉണ്ടാക്കിയവനാണ് ഈശ്വരൻ. ലോകത്തെ ഈശ്വരനായിട്ട് പറയില്ല, സൃഷ്ടിയെ ഈശ്വരനായിട്ട് കാണില്ല, സ്രഷ്ടാവിനെയാണ് ഈശ്വരനായിട്ട് കാണുക. നമുക്കോ നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്ന് എത്ര ഹൃദയസുന്ദരമായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു തന്നത്. ഇപ്പം സൃഷ്ടിയും സ്രഷ്ടാവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും സൃഷ്ടിജാലവും ഒക്കെ ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ ഭിന്നമായിട്ടൊന്നുമില്ല. അതാണ് നീ ജഗത്തിൻ്റെ ആദിഭൂതനാണ്, ജഗത്ത് നീയാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ജഗത്തു നീ തന്നെയാണ്. ഈ ജഗത്ത് ഈശ്വര ഭിന്നമല്ല.
ഈ ജഗത്തിലൊക്കെ കണ്ടിട്ടൊക്കെ ഇരുന്നിട്ട് എവിടെയാ ഈശ്വരൻ നോക്കി നടന്ന എന്താ ചെയ്യുക? എടാ നീ കാണുന്നത് എന്താണ്? ഈശ്വര മഹിമയല്ലേ കാണുന്നതൊക്കെ. ചിന്തിക്കൂ. ജഗദാശ്രയ, ജഗത്ത് എന്തിനെ ആശ്രയിക്കുന്നു? അതും നീ തന്നെയാണ്. ജഗത്തിൻ്റെ കാരണമെന്തോ അതും നീ തന്നെയാണ്. ജഗത്തെന്തോ അതും നീ തന്നെയാണ്. വല്ലാത്തൊരു കാഴ്ചപ്പാടാണ്. സർവഭൂതേഷു അസംയുക്ത, സർവഭൂതങ്ങളിലും ഒന്നിനോടും ചേരാതെ നിൽക്കുന്നവനും നീ തന്നെ, എല്ലാത്തിലും ചേർന്നവനും നീ തന്നെ. ചിന്തിക്കുക. ഏകോ ഭാതി ഭവാൻ, നീ ഏകനാണ് പ്രകാശിക്കുന്നത്. എങ്ങനെ? പരഹ, പരനായിട്ട്, ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും എല്ലാം ഉപരിയായി പ്രകാശിക്കുന്നവൻ നീ തന്നെ. ഓംകാരവാച്യസ്ത്വം രാമ വാചാം അവിഷയപുമാൻ വാച്യവാചകഭേദേന ഭവാനേവ ജഗന്മയഃ. കുറച്ചുകൂടി സൂക്ഷ്മതലത്തിലേക്ക് പോവുകയാണ്. ഓംകാരവാച്യഃ ത്വം രാമ, ഹേ രാമ, നീ ഓംകാരത്താൽ പറയപ്പെടുന്നവനാണ്. ഓംകാരം ആരെയാ പറയുന്നേ? നിന്നെയാണ്. ഓം ഇതി ബ്രഹ്മ, ഓം എന്നുള്ളത് ബ്രഹ്മമാണ്. അഥവാ ഓമിത്യേകാക്ഷരം ബ്രഹ്മ, ഓം എന്നുള്ള ഒരു അക്ഷരം ബ്രഹ്മമാണ്. ആവർത്തിച്ച് ശ്രുതികൾ പറയും. അതുകൊണ്ട് പറയാണ് ഇവിടെ ഓംകാരത്താൽ പറയപ്പെടുന്നത് നീയാണ് രാമ. അതേ സമയത്ത് വാചാം അവിഷയ, വാക്കിന് വിഷയമല്ല നീ. ഓംകാരത്താൽ പറയപ്പെടുന്നത് നീയാണെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വാക്കിന് വിഷയമാണെന്ന്. ഒരിക്കലും നീ വാക്കിന് വിഷയമല്ല. എന്തുകൊണ്ട്? പരഹ, പരനാണ്. വാക്കിന് വിഷയനല്ല. വാച്യവാചകഭേദേന ഭവാൻ ഏവ ജഗന്മയഃ. വാച്യവാചകഭേദേന ഭവാനേവ ജഗന്മയ. നോക്കൂ, ഈ വാസ്തവത്തിൽ വാച്യവും വാചകവും ഒന്നാണ്. വാച്യം എന്ന് പറഞ്ഞാൽ വാച്യം, വാക്കിനാൽ പറയപ്പെടുന്നത്. വാചകം എന്ന് പറഞ്ഞാൽ പറയാനുള്ള വാക്ക്. വാസ്തവത്തിൽ വാച്യവും വാചകവും ഏകമാണ്. എന്നാൽ ലോകവ്യവഹാരത്തിൽ വാച്യവും വാചകവും രണ്ടാണ്. ആണല്ലോ, ആണ്. ലോകത്തിൽ ഇപ്പം നമ്മൾ വിളക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ വിളക്ക് എന്നുള്ളത് വാചകമാണ്. ആ വിളക്ക് എന്നുള്ള വാചകത്തിൽ നിന്ന് ഭിന്നമായിട്ടല്ലേ വാച്യമായ വിളക്കുള്ളത്? ഭിന്നമായ വിളക്കിനെ ബോധിപ്പിക്കുന്ന, ദ്യോതിപ്പിക്കുന്ന പദം മാത്രമാണ് വാചകം. അപ്പോൾ ലോകത്തിൽ എപ്പോഴും വാച്യവാചകങ്ങൾ ഭിന്നങ്ങളാണ്. അപ്പൊ വാച്യവാചക ഭേദേന ഭവാനേവ ജഗന്മയ. വാച്യമായും വാചകമായും വിവിധ ഭാവങ്ങളിൽ നീ ജഗന്മയനായിരിക്കുന്നു. നോക്കൂ, ഈ ജഗത്തിൻ്റെ തലത്തിലാണ് വാച്യവാചക ഭേദം. അത് ഓർമ്മിച്ചാൽ മതി. അത് നീ തന്നെയാണ്. രണ്ടായിരിക്കുന്നതും നീയാ. വാച്യവും നീയാ, വാചകവും നീയാ എന്നർത്ഥം. ഓംകാരവും നീയാണ്, ഓംകാരവാച്യനും നീയാണ് എന്നർത്ഥം. കാര്യകാരണകർത്തൃത്വ ഫലസാധന ഭേദതഃ ഏകോ വിഭാസി രാമത്വം മായയാ ബഹുരൂപയാ. കാര്യകാരണകർത്തൃത്വ ഫലസാധന ഭേദതഃ. വളരെ സൂക്ഷ്മമായി ചിന്തിക്കേണ്ടതാണ്. ഏകോ വിഭാസി രാമത്വം, ഹേ രാമ, ഹേ രാമ, ഏകനായ നീ വിസ്പഷ്ടം പ്രകാശിക്കുന്നു. വിഭാസി. എങ്ങനെ വിഭാസി?
കാര്യ കാരണ കർത്തൃത്വ ഫല സാധന ഭേദത. ഇപ്പോൾ ഒരു സൃഷ്ടി ഉണ്ടാവണമെങ്കിൽ നമ്മളൊക്കെ സൃഷ്ടിക്കാറില്ലേ? എന്തിനൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്? ഇല്ല ഇല്ല ചോറ് സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ഇഡലി സൃഷ്ടിച്ചു, ദോശ സൃഷ്ടിച്ചു എന്നൊക്കെ നമ്മൾ അഭിമാനിക്കാറില്ലേ? എന്തൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്? നമ്മൾ പലതും സൃഷ്ടിക്കുന്നുണ്ട്. അപ്പം എന്ത് സൃഷ്ടിക്കുകയാണെങ്കിലും എന്തൊക്കെ വേണം? കാര്യമുണ്ട്. അപ്പം ഞാൻ ദോശ ഉണ്ടാക്കി പറഞ്ഞ കാര്യം എന്താണ്? ദോശയാണ് കാര്യം അല്ലേ? പിന്നെ കാരണം അതെന്താ? ഗോതമ്പോ അരിയോ എന്തോ ആവാം. അതുകൊണ്ട് ദോശയാവുമോ? ഇല്ല. കർത്തൃത്വം, അവിടെ കർത്താവായ എൻ്റെ വ്യവഹാരം വരണം. കർത്താവായ എൻ്റെ വ്യവഹാരം വരണം. അപ്പം എന്ത് വേണം? അതിന് സാധനങ്ങൾ വേണം. അതരയ്ക്കാൻ, മാവുണ്ടാക്കാൻ. ഇതൊക്കെ പഴയ കഥയല്ലേ. ഇപ്പോൾ ഒക്കെ പോയിട്ട് എവിടുന്നാ മേടിക്കുക? മാളുന്ന് നേരെ പോയിട്ട് മേടിച്ച് കൊണ്ടുപോകുന്നു. ഇനിയിപ്പോൾ കഴിക്കാൻ വല്ല യന്ത്രം ഉണ്ടെങ്കിൽ നമുക്ക് അതും സുഖമായിരുന്നു കേട്ടോ. അല്ലേ? എന്നാൽ കഴിക്കേണ്ട പണിയും കൂടി ഇല്ല. അതും കൂടി അകത്താക്കി തന്നാൽ നമുക്ക് സന്തോഷം എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇപ്പം ഉണ്ടാക്കണമെന്നും പറഞ്ഞൂടാ. ദൃഷ്ടാന്തങ്ങളൊക്കെ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാലം മാറി. അപ്പം ഇവിടെ കാര്യം, കാരണം, പിന്നെ ഫലം, കർത്തൃത്വം, സാധനം. ഇങ്ങനെ ഈ വ്യത്യസ്ത ഭേദങ്ങളോടുകൂടി നിലകൊള്ളുന്നതെല്ലാം നീ തന്നെയാണ്. നീ തന്നെയാണ് കാര്യം, നീ തന്നെയാണ് കാരണം, നീ തന്നെയാണ് കർത്താവ്, നീ തന്നെയാണ് ഫലം, നീ തന്നെയാണ് ക്രിയ. വളരെ മനോഹരമായിട്ട് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം എന്ന് വ്യക്തമായിട്ട് ഗീതയിൽ പറഞ്ഞു തരും. എല്ലാം നീ തന്നെയാണ്, എല്ലാം ഒരു ബ്രഹ്മം തന്നെ, ബ്രഹ്മഭിന്നമായിട്ടൊന്നുമില്ല. ചിന്തിക്കൂ. ഏകോവിഭാസി രാമത്വം, ഏകനായ നീയാണ് ഈ വിവിധ ഭാവങ്ങളിൽ പ്രകാശിക്കുന്നത്. എങ്ങനെയത്? ബഹുരൂപയാ മായയാ, ബഹുരൂപയായ മായയെ കൊണ്ട്. സ്വതവേ നീ ഇങ്ങനെ പലതായി പ്രകാശിക്കണമെന്നില്ല. സ്വതവേ നീ ഏകനാണ്, അദ്വിതീയനാണ്. എന്നാൽ മായയാൽ നീ ബഹുരൂപങ്ങളിൽ പ്രകാശിക്കുന്നു. അതെങ്ങനെയാ? മായ ബഹുരൂപയാണ്. ഇതാണ്, നോക്കൂ. ത്വന്മായാ മോഹിതധിയ ത്വാം ന ജാനന്തി തത്വതഃ മാനുഷം ത്വാഭിമന്യന്തെ മായിനം പരമേശ്വരം. നിന്റെ മായയാൽ മോഹിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയവർ നിന്നെ അറിയുന്നില്ലല്ലോ. എന്തേ അറിയുന്നുള്ളൂ? പുറമെ കാണുന്ന രൂപഭാവങ്ങളെ മാത്രമേ അറിയുന്നുള്ളൂ. എന്താണ് പരമാർത്ഥത്തിലുള്ളതെന്ന് മോഹിതരറിയുന്നില്ല. അതാണ് മാനുഷം ത്വാ അഭിമന്യന്തേ, നിന്നെ കേവലം മനുഷ്യനാണെന്ന് വിചാരിക്കുന്നു. രാമൻ ദശരഥൻ്റെ പുത്രൻ, അല്ലെങ്കിൽ കൗസല്യയുടെ പുത്രൻ, ഇന്ന വർണ്ണം, ഇത്ര ഉയരം, ഇന്ന തടി, ഇതൊക്കെയല്ലേ മനസ്സിലാക്കണുള്ളൂ. ഇതൊരു കഷ്ടമാണ്. നിന്റെ പരമാർത്ഥ രൂപത്തെ ജനങ്ങൾ മനസ്സിലാക്കണില്ലല്ലോ. അതും നിന്റെ പണി തന്നെയാണ്. ഇത് നിന്റെ മായയാൽ മോഹിക്കപ്പെട്ടിട്ടാണ് നിന്റെ സ്വരൂപത്തെ തിരിച്ചറിയാത്തത്. മായിനം പരമേശ്വരം, മായിയായ പരമേശ്വരനെ തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് പറയുക ചെയ്യണത്. ഇങ്ങനെ സമസ്ത പ്രപഞ്ചഭാവത്തിലും പ്രപഞ്ച കാരണഭാവത്തിലും കാര്യകാരണ നിർമുക്തമായ ഭാവത്തിലും ഒരേ പരമാത്മാവിനെ കണ്ട്
ആ പരമാത്മാവ് തന്നെ രാമൻ എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയുള്ള മനോഹരമായ സ്തുതിയാണ്. അല്പം കൂടി തുടരുന്നുണ്ട്, അത് നമുക്ക് നാളെ ശ്രദ്ധിക്കാം. അതാണ് കിളിപ്പാട്ടിൽ അഹല്യാസ്തുതി എല്ലാവർക്കും പരിചയമുള്ളതാവും. തൽക്കാലം നമ്മൾ ഇന്ന് ഉപസംഹരിക്കുകയാണ്. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.